ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഗൈസ്. ബാക്കിലൊന്നും ആരുമില്ല ഗൈസ്, എല്ലാവരും ഓരോ വൈക്ക് പോയി. സിനു മക്കളും ഓളെ പേരേക്ക് പോയി, ഉമ്മ ചക്കരോടക്ക് പോയി, പിന്നെ ഉമ്മ മാത്രമല്ല സോഫിയും മുബാറക്കളിയനും മക്കളും എല്ലാവരും പോയിട്ടുണ്ട്. ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ. ഒരു നിമിഷത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. പഴയതൊന്നും ഈ പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. കാരണം എന്താണ്, ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കാത്തിരുന്നായിരുന്നു. ആ ഒരു നിമിഷം നടന്നപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം. ഒരിക്കലും ചില സമയത്ത് ഇത് നടക്കൂല എന്ന് വിചാരിച്ച സമയമായിരുന്നു. അന്നും നമുക്കെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോയിൽ പറയുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടായിരുന്നു. അതാണ് അന്ന് ഞാൻ എന്താണെന്ന് ആ സിറ്റുവേഷൻ ഇപ്പോൾ അനുഭവിച്ച് എനിക്ക് മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. കാരണം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നടുവിൽ നിൽക്കുന്ന ഒരാൾക്ക് എന്തായാലും അത് അറിയും. അതെല്ലാം ഭംഗിയായി ഇത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും ഒരുമിച്ച് അവിടെ കൂടി. എല്ലാവരും സന്തോഷത്തോടെ ഇന്നലെ പാർക്കിലൊക്കെ പോയി എന്നാണ് ഉമ്മാനെ വിളിച്ചപ്പോൾ ഉമ്മ പറഞ്ഞ്. പാർക്കിലായിരുന്നു. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് അളിയന്മാരും അളിയന്മാരും പെങ്ങളും പെങ്ങളും കുടുംബക്കാരും ഒക്കെ ഒന്നിച്ച് ഒരു യാത്രയും കാര്യങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. അതിലൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ആ കാര്യങ്ങളൊക്കെ അങ്ങനെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു നാളെ എത്തുമെന്നാണ് പറഞ്ഞത്, വെള്ളിയാഴ്ച എത്തുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പണികളുടെ ഓട്ടത്തിലായിരുന്നു. ഞാൻ ഇന്നലെ സിനുവിൻ്റെ അടുത്തോട്ട് പോയായിരുന്നു. അവിടെ നമ്മുടെ സ്റ്റിച്ചിങ് യൂണിറ്റിൻ്റെ അങ്ങോട്ട് ഒക്കെ പോയി നോക്കിയായിരുന്നു. കാരണം നമ്മൾ പുതിയൊരു ബ്രാൻഡിൻ്റെ കാര്യം പറഞ്ഞായിരുന്നില്ലേ, ലേഡീസ് ബ്രാൻഡ്. അപ്പോൾ അതിൻ്റെ ഓട്ടത്തിലാണ്. പെരുന്നാൾക്ക് മുന്നേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്കാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതെന്തായാലും ഉണ്ടാവും. എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള സംഭവമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരുപാട് ഹൈ വിലക്ക് വെച്ചതിലൊന്നും ഓൺലൈനിൽ പരിപാടികൾ നടക്കൂല. അപ്പം എന്തായാലും നല്ല ക്വാളിറ്റിയിൽ നല്ല സാധനം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു തിയറി ഗൈസ്. അപ്പം എന്തായാലും അതിൻ്റെ പിന്നിലാണ്. പിന്നെ നാളെ ഇൻഷാ അല്ലാഹ് നമ്മൾ കിഡോപ്പിയിലോട്ട് വരുന്നുണ്ട്. കാരണം പെരുന്നാൾ അടുപ്പിച്ചു. അതായത് കഴിഞ്ഞ പെരുന്നാൾക്കാണ് നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ പുത്തനത്താണി ഹലാമാളിൽ. ഇത് ഈ പെരുന്നാളാകുമ്പോഴേക്കും നമ്മുടെ കോട്ടക്കലിൽ അടുത്ത ഷോപ്പ് വന്നു. അതിൻ്റെയും സന്തോഷമുണ്ട്. അപ്പോൾ 2 ഷോപ്പിൽ കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിനും വേണ്ടി പോകുന്നുണ്ട്. കാരണം പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. പെരുന്നാൾ സ്റ്റോക്കും അവിടെ എത്തിയിട്ടുണ്ട്. മൊത്തത്തിൽ ഇനിയിപ്പോൾ പെരുന്നാൾക്കൊക്കെയുള്ള സ്റ്റോക്ക് ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തുടങ്ങിയതുകൊണ്ട് നമുക്ക് അതിൻ്റെ കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതായത് സ്റ്റോക്ക് കിട്ടാനൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് ആൾക്കാർക്ക് സാധനം കിട്ടിയില്ല. ഇപ്രാവശ്യം ആ പരാതികളൊന്നും ഉണ്ടാവില്ല. ഞങ്ങളുടെ മക്കൾക്കുള്ള ഏത് തരത്തിലുള്ള ഡ്രസ്സും നമ്മുടെ ഈ ഡോപ്പിയിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതെല്ലാം ഞാൻ നാളെ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെയും കുറച്ച് ഓട്ടത്തിലായിരുന്നു. പിന്നെ ആരും ഇല്ലാതെ ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് എന്തോ ഇങ്ങനെ പറയേണ്ടി വരും. അവരൊക്കെ എത്തട്ടെ ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നമുക്ക് നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഒരു വീഡിയോ ഇട്ടത്. ഒറ്റക്കാണെങ്കിൽ പോലും കേട്ടോ. മക്കളൊക്കെ ഉണ്ട്, അലേഹയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അലേഹൻ്റെ ഡാൻസും കളിയും അതൊക്കെ ആയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എന്ത് പറയണം. പണ്ടൊക്കെ ആണെങ്കിൽ നടന്നിരുന്നു. ഇപ്പോൾ എന്താ പറയാമെന്നൊന്നും നമുക്കറിയില്ല. കാരണം പണ്ട് പറയാൻ കാരണങ്ങളും കാര്യങ്ങളും ഒരുപാടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് അങ്ങനത്തെ ഒരു അല്ലലും പറിച്ചിലൊന്നും പറയാനുള്ള ഇതില്ല. കാരണം അൽഹംദുലില്ലാ നല്ലൊരു ലൈഫാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ്. പിന്നെ ഇപ്പോൾ ബിസിനസ്സും കാര്യങ്ങളും ആ ഓട്ടത്തിലുമാണ്. ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതായാലും ഞാൻ വീഡിയോ സ്റ്റാർട്ടാക്കിയല്ലോ. ഉമ്മ എന്തായാലും എന്നും പഴയ വരേക്ക് പോകണമാണ്. അവിടെ പൂച്ചക്ക് തീറ്റ കൊടുക്കാൻ അവിടെ ഓൾറെഡി അയലൊക്കത്തെ ആൾക്കാർ കൊടുക്കും. എങ്കിൽ പോലും ഒന്ന് പോയി നോക്കാം. കാരണം ആ ഒരു ബേജാറ് ഉമ്മക്ക് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. ഞാനും കുറേ ആയി പഴയ വീട്ടിലോട്ട് പോയിട്ട്. അതായത് കഴിഞ്ഞ 3-4 മാസത്തിൻ്റെ അടുത്തായി ഞാൻ താഴത്തെ പേരേക്ക് പോയിട്ട്. ഓട്ടം കൊണ്ടും ഇതുകൊണ്ടാണ് അങ്ങോട്ട് പോകാൻ നേരം കിട്ടാത്തതുകൊണ്ടാണ്. പിന്നെ ഉമ്മ ഡെയിലി പോകുന്നതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഉമ്മ ഭംഗിയാക്കി നടത്തുന്നുണ്ട്. അപ്പം എന്തായാലും ഞാനൊന്ന് അങ്ങോട്ട് പോയി നോക്കട്ടെ ഗൈസ്. അൽഹംദുലില്ലാ അങ്ങനെ ഗൈസ് നമ്മളുടെ ആ കൊച്ചു സ്വർഗത്തിലെത്തി ഗൈസ്. അന്നും ഇന്നും ഒരേപോലെ ഉമ്മ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിലൊരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നോക്കിയേക്ക് നമ്മുടെ അവിടുത്തെ പേരുടെ 4 പുറത്തിനേക്കാൾ കൂടുതൽ ഉമ്മ ഇവിടെ വൃത്തിയാക്കുന്നുണ്ട്. കാരണം അത്രയും നീറ്റായിട്ട് ഇത് കൊണ്ട് നടക്കുന്നുണ്ട്. ഇത്രയും ദിവസം ഒരു വർഷം കഴിഞ്ഞു ഈ വീട്ടിലെ താമസം നമ്മൾ മാറ്റിയിട്ട്. ഇപ്പോഴും ഈ വീടിൻ്റെ ആ ഒരു ഭംഗി മനോഹാരിത നിങ്ങൾ കണ്ടില്ലേ. സത്യം പറഞ്ഞു ഇവിടെ വരുമ്പോൾ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ പുതുക്കൂട്ടും. ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഒരു രസമാണ്. ഇത് വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇങ്ങോട്ട് കയറുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു കുറ്റി കാണുമ്പോൾ അതാണ്ടോ, നിങ്ങൾക്ക് ഇവിടെ ഒരു കുറ്റി കാണാൻ കഴിയും. ഇവിടെ എല്ലായിടത്തും നമുക്ക് നമ്മുടെ ഉപ്പൻ്റെ ഓർമ്മ വരിക. അതായത് ഈ കുറ്റിയിലൊക്കെ ഉപ്പായിട്ടൊന്നും ഇങ്ങനെ പണിയൊന്നും ഉണ്ടാവില്ല, വെറുതെ നമുക്ക് ഇങ്ങനെ കുത്തി അതേമാതിരി മരത്തുമ്മലൂടെയൊക്കെ ഇങ്ങനെ കയറി
നാല് പുറം ഇവിടെ വിറകുണ്ടാക്കിയിട്ടും അങ്ങനെയൊക്കെ നമുക്ക് എന്താവും ഇങ്ങനെ കാണലുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പൻ്റെ ഒരു ഓർമ്മയും കൂടിയാണ് ഈ ഒരു വീട്. അപ്പോൾ പിന്നെ നമ്മളിത് വിൽക്കാനോ പൊളിക്കാനോ ആർക്കും കൊടുക്കാനോ ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഇത് വാടകയ്ക്ക് കൊടുത്താൽ പോലും ഉമ്മാക്ക് ഇഷ്ടപ്പെടാത്തത് അതുകൊണ്ടാണ് ഉമ്മാക്ക് വയ്യെങ്കിലും ഉമ്മ ഇതെല്ലാം വന്ന് നീറ്റായിട്ട് ക്ലീനായിട്ട് കൊണ്ട് നടക്കുന്നത്. കണ്ടോ, ഒരു കച്ചറ പോലും ഇല്ല. നമ്മുടെ പൂച്ച ഇവിടെ ഉണ്ട്. പൂച്ചനെ എന്താ പേരായിട്ട് നോക്കുന്നത്, അതിലൊക്കത്തെ ആൾക്കാരെ നോക്കുന്നത്. അതുകൊണ്ട് പൂച്ചനെ ഒറ്റക്ക് ഇട്ടു കൂട്ടിലടച്ചിട്ടൊന്നും പറയരുത്. കാരണം നീ പൂച്ചനെ തുറന്ന് വിട്ട് കഴിഞ്ഞാലും പൂച്ച പോകില്ല. തുറന്നു വിട്ട് കഴിഞ്ഞാലും ആള് പോകില്ല. കാരണം ആൾക്ക് ഇങ്ങനെ ഒരു സെറ്റാണ്. അത്യാവശ്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു, ആർക്കും പൂച്ചന് ആവശ്യക്കാരില്ല. ഓക്കെ, പിന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സിനുവിന് പൂച്ചനെ പേടിയാണ്, രണ്ട് അലേഹത്തിന് പോയിട്ട് തോണ്ടോ എന്നുള്ളൊരു ഇതാണ്. ഒക്കെ പണി തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു അത്രയും താല്പര്യമുള്ള ആൾക്കാരായിട്ട് പൂച്ചനെ വളർത്തുള്ളൂ. അതുകൊണ്ടാണ് ആർക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം. നമ്മൾ പറഞ്ഞിരിക്കണേ, ആർക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളും, പ്രശ്നമൊന്നുമില്ല. ചക്കരയുടെ ഒരു ആഗ്രഹത്തിന് വാങ്ങിയാണ്. ചക്കര കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ എന്താണ് ആളിവിടെ ഉണ്ട്. ആൾക്ക് തിന്നാനുള്ള തീറ്റയും കാര്യങ്ങളൊക്കെ കണ്ടോ, ഒക്കെ നമ്മളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആളെ പട്ടിണിയൊന്നും നമ്മൾ കിടത്തുന്നില്ല കേട്ടോ. അതൊക്കെ ഒന്ന് നോക്കിയേക്കട്ടെ, വെള്ളമൊക്കെ എന്താ പാടുന്നത്. അയ്യോ, കിണറല്ല ഇടിഞ്ഞു പോകുന്നുണ്ടല്ലോ റബ്ബേ. ചെറിയ കിണറാണ് ഗൈസ്, ഇതുണ്ടോ, എല്ലാം ഇടിഞ്ഞ് ഒരു വഴിക്കാവുന്നുണ്ട്. കുറേ തൂർന്നു കേട്ടോ. അതായത് ഇത്ര കുണ്ടൊന്നുമല്ല, ഇതിലേറെ കുണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ തൂർന്നു. കാരണം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഇടിഞ്ഞ് വരുന്നുണ്ട്. ഇനി റിങ് ഇറക്കേണ്ടി വരും. എന്താ റബ്ബേ, കരടിയോ എന്താ? അതൊരു പൂച്ചയാണല്ലോ. ഇത് ഇവിടുത്തെ പൂച്ചയെ നല്ല രസമുണ്ടല്ലോ. ഒരു അല്ലാ പൊടിച്ച തമ്പുരാനെ, ഇതെന്താ അത്? നല്ല രസമുള്ളൊരു പൂച്ച. ഇത് ഓല് വളർത്തിന്ന് അന്നത്തെ ചെറിയ പൂച്ച ഗൈസ്, വലുതായതാണ്. എൻ്റെ തുണക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി എന്തായാലും നമുക്ക് ഉള്ളിലൊക്കെ ഒന്നിട്ട് കയറി വെക്കാം. ഈ വീടിൻ്റെ ഓരോ ലൊക്കേഷനും നമ്മുടെ വ്ളോഗിൻ്റെ സ്റ്റാർട്ടിങ് ആയിരുന്നു ഗൈസ്. എൻ്റെ വ്ളോഗ് കണ്ട ആൾക്കാർക്ക് അറിയാം ഈ വീടും നമ്മളും നിങ്ങളുമായിട്ടുള്ള ആത്മബന്ധം. കാരണം 1000-ൽ പരം വീഡിയോസ് എടുത്ത ഒരു വീടും പരിസരമാണ് നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നും ആ ഒരു ലൊക്കേഷൻ സിനിമാക്കാർ വരെ ചോദിക്കുന്നുണ്ട് ഗൈസ്. ഇനി അന്ന് സിനിമാക്കാരല്ല, ആൽബംകാർ ചോദിച്ചിരുന്നു നൗഫലെ വീട് എന്താണ് ഒരു 5 ദിവസത്തിന് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എവിടെ വെച്ചാലും ക്യാമറ ലൊക്കേഷനാണ്. അതായത് ഇവിടെ നിന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കൊച്ചു പെരയും നല്ല കിളികളുടെ സൗണ്ടും മയിലിൻ്റെ സൗണ്ടും തവളയുടെ സൗണ്ടൊക്കെ ആയിട്ടുണ്ടാവും. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ക്യാമറ തന്നെയാണ്. പക്ഷെ അത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതും ഇത് പ്രകൃതിയായിട്ട് ഉണ്ടാക്കിയതും രണ്ടാണ്. നമ്മളത് അങ്ങനെ ആവാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഉള്ളിലെ മരം വെക്കലും അങ്ങനെയൊക്കെ സംഭവം. ഇവിടെ അങ്ങനെയൊന്നുമല്ല, ഒക്കെ പ്രകൃതിയായിട്ട് പച്ചപ്പായിട്ട് നിറഞ്ഞ ഒരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിൽ കയറാം. ഓക്കെ ഗൈസ്, ഇവിടെ 4 ദിവസം വന്നിരിക്കണം ഗൈസ്. സമാധാനത്തോടെ എല്ലാവരും വന്ന് 4 ദിവസം ഇവിടെ ഒന്ന് ഇരിക്കണം എന്നുണ്ട്. അപ്പോൾ അതെന്തായാലും ഉടനെ നമ്മൾ ഇരിക്കും. ഓക്കെ, കാരണം ഇവിടുത്തെ ഉള്ളൊക്കെ എന്താ പാടുന്നു നോക്കണം. ഇരിക്കണ കസാലയൊക്കെയാണ് ഇരിക്കണത്. ഇപ്പോൾ ശൂന്യമായിട്ടിരിക്കുകയാണ് കസാലയൊക്കെ. ശൂന്യമായി ഇരിക്കുകയാണ് ഗൈസ് കസാലയെല്ലാം. ഈ വാതിലൊന്നും തുറന്നാൽ പോലും കിട്ടൂല. മാഷാ അല്ലാഹ്, എന്താ തണുപ്പ്. അയ്യോ, AC ഇട്ടാലും കൂടി ഈ ഒരു തണുപ്പ് കിട്ടും. ഇതിപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് തണുപ്പ് അറിയില്ലല്ലോ അല്ലേ. ഒക്കെ ടേബിളൊക്കെ പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കണേ. TV ഞാൻ ഇവിടെ അയലൊക്കത്തെ ഒരാൾക്ക് കൊടുത്തു. കാരണം ഓൾക്ക് TV ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയി, എന്തിനാ അവിടെ ഇരുന്നിട്ട് നാശാക്കണമെന്ന് വിചാരിച്ചപ്പോൾ ഓൾക്ക് TV കൊടുത്തു. കാണുന്നവർ കാണട്ടെ, അല്ലാതെ ഇത് വെച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ബെഡൊക്കെ പൊതിഞ്ഞ് വെച്ചിരിക്കണേ. കറണ്ട് ഇടാൻ പേടിയാവുന്നുണ്ട്. കാരണം ഇത്രയും ദിവസം ഇവിടെ നിന്നതല്ല, അപ്പോൾ ഷോർട്ടേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെടികൾ, കട്ടിൽ, ഇവിടെ കട്ടിൽ, പിന്നെ ഈ റൂമിൽ എന്താണ് ഇതൊക്കെ നമ്മൾ ഡ്രസ്സ് വെച്ചിരുന്ന സ്ഥലമാണ്. അതായത് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഈ റൂമിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ടോ കാലം ചിലപ്പോൾ സോക്ക് അടിക്കും. അതാണ് ഒരു പേടി. ഞാൻ അമ്മാനോട് എപ്പോഴും പറയൽ എന്താണെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് വന്ന് ഈ കറണ്ടുമ്പോൾ കളിക്കരുതെന്ന് പറയില്ല. കാരണം നമ്മളിങ്ങോട്ട് എത്തിപ്പെടില്ലല്ലോ. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ, വാവ്, ഇതൊക്കെ നമ്മളെ അംഗീകാരങ്ങളാണ്. ഇതൊക്കെ ഒരാൾ
ചിത്രം വരച്ചാണ്, പെയിന്റിൽ ചിത്രം വരച്ചാണ്. ഇത് ഉപ്പാൻ്റെ റൂമായിരുന്നു. നാട്ടിലും കാര്യങ്ങളും ഫോട്ടോസൊക്കെ വാപ്പാൻ്റെ ഫോട്ടോസൊക്കെ ഉമ്മയുടെ എടുത്ത് വെച്ചിരിക്കുന്നത് എനിക്കറിയില്ല. ഉണ്ട്, കളയൂല എന്തായാലും. ഇതിൻ്റെ അടിയിൽ എവിടേക്കാണ്, അത് കളയാതെ കൊണ്ടുനടക്കുന്നുണ്ട് എന്തായാലും. പിന്നെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടോ, ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മുടെ റൂമിന് പരിമിതി ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഓൾറെഡി ഒക്കെ പാട് ഡ്രസ്സ് വെക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. അന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു സ്റ്റാൻഡ്. ഇത് ചക്കരയുടെ റൂമായിരുന്നു കേട്ടോ. കണ്ടോ, ചക്കരയും നിജാസൊക്കെ ഇരിക്കണം. ഈ റൂമൊന്നും ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. കാരണം പുതിയ സബ്സ്ക്രൈബേഴ്സിനെ അറിഞ്ഞൂട്ട് വെച്ചിട്ടാണ്. ഇതിൻ്റെ പഴയ വീടായിരുന്നു. ഓക്കെ, ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു നൊസ്റ്റാൾജിക്കൽ ഫീൽ വരും. കുറേ അതിൽ ഈ പേരെയൊക്കെ കണ്ടിട്ട്. ഓക്കെ, ഇപ്പോഴും കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നല്ല വൃത്തിക്ക് തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണേ. പിന്നെ ഇവിടെ വന്നപ്പോൾ നമ്മുടെ പുരസ്കാരങ്ങളൊക്കെ കുറേ ഇവിടെ ഇരിക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെ എൻ്റെ പുരസ്കാരമുണ്ട്. ഇതവിടെ ചക്കരയുടെ ഫോട്ടോ ഉണ്ട്, നിജാസിൻ്റെ ഫോട്ടോ ഉണ്ട്, ഇവിടെ സിനുവിൻ്റെ ഫോട്ടോ ഉണ്ട്, ചക്കരയുടെ ഉണ്ട്, ദമ്മൻ്റെ ഉണ്ട്. ഉണ്ടോ, പിന്നെ ഒക്കെ ഉമ്മൻ്റെ ഉണ്ട്. ഈ തുണിയൊക്കെ ഇനി ഇതിൻ്റെ ഉള്ളിൽ കുറേ പൊതുപ്പുകളൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. ഇഷ്ടംപോലെ പൊതുപ്പുണ്ട്. 1, 2, 3, 4 പൊതുപ്പുണ്ട്. നമുക്ക് നല്ല പൊതുപ്പുകളാണ്. ഇതൊന്നും പിന്നെ അങ്ങോട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. പറയണം, കുറച്ച് പൊതുപ്പ് അങ്ങോട്ട് കൊണ്ടുവരുന്നു. അലമാരയിലൊന്നും പോലും ഒന്നുമില്ല. ഇതൊന്നും പൊട്ടിക്കാത്ത സ്പ്രേ ആണല്ലോ റംബുട്ടാനെ. അലമാരയിലൊന്നും പിന്നെ ഒന്നുമില്ല. ഉമ്മാൻ്റെ പഴയ കല്യാണ സാരികളൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. പിന്നെ ഇത് ഫോട്ടോസും ഫ്രെയിംസും, അങ്ങനെ വേറെ ഒന്നുമില്ല. ആൾക്കാർക്ക് കള്ളന്മാർക്ക് കട്ടുണ്ടാകാനുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. പിന്നെ അത് എൻ്റെ റൂമായിരുന്നു. ഈ റൂമൊക്കെ ഞാൻ എന്താ പറയുക, ഇവിടെ കറണ്ട് പോയോ? ചിത്രമൊക്കെ വരച്ച് മണിയറ സെറ്റപ്പാക്കിയാണ്. മുകളിലിടക്ക് പാമ്പും എലിയും കാരണം ഞാൻ ആ സാധനമൊക്കെ പൊളിച്ചിട്ടു, ജിപ്സൊക്കെ പൊളിച്ചിട്ടു. കട്ടിൽ ഞാൻ നമ്മുടെ പുതിയ പേരത്തെ മുകളിലത്തെ റൂമൊക്കെ കൊണ്ടുപോയി. ഉണ്ടോ, ഇപ്പോൾ ഇതാണ് ഈ റൂമിൻ്റെ അവസ്ഥ. അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉണ്ട്. ഈ ഇത്രയും ചെറിയ റൂമിലായിരുന്നു ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. വേറെ രസമുണ്ട്, ഇതിനേക്കാൾ ചെറിയ റൂമിലായിരുന്നു ഞങ്ങൾ 3 പേര് കഴിഞ്ഞത്. അതായത് ഞാനും ഉമ്മയും വാപ്പിയും ചക്കര 4 പേര്. അപ്പോൾ അതിനെ അപേക്ഷിച്ചിട്ട് ഇതുമെന്ന് ഇതുമ്മക്കെത്തി, ഇതുമെന്ന് അൽഹംദുലില്ലാ. സോ ഒരുപാട് റൂമുകളുള്ളൊരു വീട്ടിലേക്ക് എത്തിയെന്ന് പറയാം. എന്തായാലും അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു സ്വപ്നമായിരുന്നു എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എത്ര വീഡിയോസാണ് ഈ ഒരു പുറത്ത് നിർത്തത്. വെള്ളം നിറഞ്ഞിട്ടും ചാളി നിറഞ്ഞിട്ടും പാത്രം കഴുകിയിട്ടും ഈ ഒരു ഉമ്മറപ്പടിയിൽ ഇരുന്നിട്ട് നിങ്ങൾ തന്നെ 100 വട്ടം പറഞ്ഞിട്ട് പോലെ ഉമ്മറപ്പടിയിൽ നിന്ന് മാറിക്ക്, കക്കൂസിന് മുമ്പ് നിന്ന് മാറിക്ക്, അവിടുന്ന് വീഡിയോ എടുക്കണമെന്ന് ഒഴിവാക്കുകയെന്ന്. ഉണ്ടോ, അല്ല ഈ കിച്ചണൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാലേ നല്ല അടിപൊളി ആലുവടുപ്പൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താണ്. ഇപ്പോഴും ഇനി ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ ഇത് ആദ്യം പണി എടുക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമല്ല. എല്ലാം സെറ്റായിട്ടാണ് നിൽക്കുന്നത്. കാരണം ഓൾറെഡി നമ്മൾ ഇരുമ്പുകൊണ്ട് പണി റൂഫും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടും ചെതലോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല. പിന്നെ അടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റായത്, അതായത് ആലുവ അടുപ്പും കാര്യങ്ങളൊക്കെ ആവുകൊണ്ട് അതിനും നാശനഷ്ടങ്ങൾ വന്നിട്ടില്ല. ഇലക്ട്രോണിക്സിന് വന്നു, കാരണം ഉപയോഗിച്ചാലേ ഇലക്ട്രോണിക്സ് വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ അതൊക്കെ നോക്കേണ്ടി വരും. അല്ലാതെ ഒരു കുഴപ്പം ഈ ഒരു വീടിന് ഉമ്മ വരുത്തിയിട്ടില്ല എന്ന് പറയാം. കാരണം ഞാൻ വന്ന് നോക്കലും ഇത് അടിച്ചോളൊന്നും ഞാനില്ല. അതൊക്കെ ഉമ്മേനെ ചെയ്യാൻ. ഇടയ്ക്ക് സിനിമയൊക്കെ അന്ന് വന്നായിരുന്നു, പോലും വരില്ല. എന്തായാലും ഒരുപാട് സന്തോഷം, ഒരു ഓർമ്മ പുതുക്കി. അപ്പോൾ കണ്ടവർക്ക് എന്തിനാ ഇത് വീണ്ടും കാണിക്കണമെന്നുള്ള തോന്നി. ഇത് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. ആ കൂട്ടത്തിൽ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും കഴിച്ച് ഇത്രയുള്ള വീഡിയോ. ബാക്കി എല്ലാവരും നാളെ വരുന്നുണ്ട്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.